ഇത് ശാരീരികമായിട്ടുള്ള വൈകല്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആക്സിഡന്റ് ആയതാണോ അതോ ജന്മന ഉള്ളതാണോ? അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ജനിച്ചപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ വളരെ സന്തോഷവാനായിട്ട് ആൻസർ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ വ്യക്തി പറയാണ്, എനിക്ക് താങ്കളെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ ഒരു പിടച്ചിൽ, അതുകൊണ്ട് ചോദിച്ചതാണ് കേട്ടോ എന്ന് പറഞ്ഞ് അദ്ദേഹം പുറകിലുള്ള ഹോട്ടലിന്റെ റെസ്റ്റ് റൂമിലേക്ക് നടന്നുപോയി. ഇതിലെ കൈകുത്തി ചാടി നടക്കുമ്പോൾ പലരും കാണുമ്പോൾ എല്ലാവർക്കും ഒരുപക്ഷെ തോന്നുക എന്നെ കുറിച്ച് അയ്യോ പാവം കഷ്ടമെന്നായിരിക്കും. പക്ഷേ ഞാൻ ഇതെന്തിനാ നിങ്ങളോട് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ചുറ്റും പലതരത്തിലുള്ള പരിമിതികളുള്ള ഒത്തിരി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. മനസ്സെത്തുന്നിടത്ത് ശരീരം എത്തിക്കാൻ സാധിക്കുമല്ലാതെ നരകതുല്യരായിട്ട് ജീവിക്കുന്ന സഹോദരി സഹോദരന്മാര് നമുക്ക് ചുറ്റുമുണ്ട്. അവരെയൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എത്രമാത്രം അനുഗ്രഹീതരാണ്, ഭാഗ്യവാന്മാരും ഭാഗ്യവതികളാണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾക്ക് കണ്ണു കാണാം, ചെവി കേൾക്കാം, സംസാരിക്കാം. രാവിലെ എഴുന്നേറ്റിട്ടൊന്ന് വാഷ്റൂമിലേക്ക് പോകുക എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ബേസിക് നീഡാണ്. അതുപോലും പരസഹായത്തോടു കൂടി ചെയ്യേണ്ടി വരുന്ന ഒരു മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥയെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവുകയില്ല. എനിക്ക് അങ്ങനെ 100 കണക്കിന് സുഹൃത്തുക്കളുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ചൈനയിലും ബീജിങ്ങിലും ഈജിപ്തിലും ഒക്കെ പോയി വന്നപ്പോൾ എന്റെ വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു, ജോബി പിരമിഡ് കണ്ടോ, ചൈനയിലെ വൻമതിലിൽ പോയോ എന്നൊക്കെ ചോദിച്ചു. ആ സുഹൃത്തിന് ഒരിക്കലും ഈ ലോകത്തെ കാണാൻ സാധിക്കില്ല, വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ചെയ്യേണ്ടത് ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്ന അനവധി നിരവധി അനുഗ്രഹങ്ങളിലേക്ക് നന്ദിയോടുകൂടി നോക്കുക എന്നുള്ളതാണ്. നമ്മൾ പക്ഷെ സാധാരണ രീതിയിൽ ചിന്തിക്കുമ്പോൾ നമ്മളുടെ കുറവുകളിലേക്കും ഇല്ലായ്മകളിലേക്കും വിഷമങ്ങളിലേക്കും ബുദ്ധിമുട്ടുകളിലേക്കും ഒക്കെയാണ് നമ്മളുടെ ചിന്തകൾ പോവുക. അങ്ങനെ പോയാൽ നമ്മൾക്ക് വിജയിക്കാൻ സാധിക്കാൻ. അടുക്കം എന്ന് പറയുന്ന നിങ്ങൾ ആരും കേട്ടിട്ടില്ലാത്ത പാലായിക്കടുത്തുള്ള ഒരു ചെറിയ ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. എല്ലാവർക്കും സന്തോഷമുള്ള ഒരു ദിവസമാണ് ഞാൻ ജനിച്ചത്. അന്ന് പാലാപ്പള്ളി പെരുന്നാളായിരുന്നു. എന്റെ അമ്മ വീട് പാലാ ടൗണിലായതുകൊണ്ട് തന്നെ പാലാപ്പള്ളി പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പെരുന്നാളുകളും തിരുനാളുകളും ഉത്സവങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സ്വന്തം ഭവനങ്ങളിലേക്ക് വരികയും ആഹ്ലാദിക്കുകയും ചെയ്യുന്ന നല്ല നിമിഷങ്ങളാണ്. പ്രത്യേകിച്ച് ആ മാതാപിതാക്കൾക്കുണ്ടാകുന്ന ആദ്യത്തെ കുഞ്ഞാണ് ഞാൻ, എന്റെ അച്ഛനും അമ്മയ്ക്കും. ആ കുഞ്ഞ് പക്ഷേ ആ പെരുന്നാളിന്റെ എല്ലാ സന്തോഷവും ഞാൻ ഉണ്ടായതോടുകൂടി അവിടെ അവസാനിച്ചു. ഡോക്ടേഴ്സ് എന്നെ എടുത്തിട്ട് എന്റെ അമ്മയെ അപ്പച്ചനെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെന്നപ്പോ എന്റെ അമ്മ എന്നെ ആദ്യമായിട്ട് കണ്ടു കഴിഞ്ഞപ്പോ വാവിട്ട് ഉച്ചത്തിൽ നിലവിളിക്കുകയായിരുന്നു ചെയ്തത്. മാതാപിതാക്കൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്കത് പറയാനായിട്ട് വളരെ ആഗ്രഹമുണ്ട്. 2 കാലുകളും ഇല്ലാതിരിക്കുന്ന ഒരു ആദ്യത്തെ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്റെ അമ്മ വളരെ ഉച്ചത്തിൽ വാവിട്ട് നിലവിളിച്ചു. എന്റെ അപ്പച്ചന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ മിണ്ടാൻ പറ്റാത്ത അവസ്ഥ. ഡോക്ടേഴ്സ് കൗൺസിലിങ്ങിന് വിളിച്ചിട്ട് എന്റെ അമ്മയോടും അപ്പച്ചനോടും പറഞ്ഞത്, ഈ കുട്ടി നടക്കുമോ ഇരിക്കുമോ എന്നൊന്നും ഇപ്പൊ പറയാൻ പറ്റുകയില്ല, വളർന്നു വരുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്റെ വീട് ഇരിക്കുന്നത് ഒരു മലയുടെ മുകളില്. അവിടുന്ന് 1 കിലോമീറ്റർ മല ഇറങ്ങി, ഇത്രയും വികസിതമായിട്ടുള്ള സ്ഥലമൊന്നുമല്ല, ഏകദേശം 6 കിലോമീറ്റർ നടന്നെങ്കിൽ മാത്രമേ ബസ് സ്റ്റോപ്പിൽ എത്താൻ സാധിക്കുമായിരുന്നു. എന്റെ 5ാമത്തെ വയസ്സിൽ എന്റെ അപ്പച്ചൻ മരിച്ചുപോയി. എനിക്കൊരു അനുജത്തിയും അമ്മയും മാത്രമേ ഉള്ളൂ. എന്നെ എടുത്തുകൊണ്ട് കിലോമീറ്ററുകൾ നടന്ന് ഏറ്റവും അടുത്തുള്ള ഒരു മാനേജ്മെന്റ് സ്കൂളിൽ ചെന്നിട്ട് എന്റെ അമ്മ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, എന്റെ മോനെ ഈ സ്കൂളിൽ ചേർക്കണമെന്ന് പറഞ്ഞു. ആ മാനേജ്മെന്റ് മുഴുവൻ കൂടി ആലോചിച്ചിട്ട് പറഞ്ഞു, ഈ കുഞ്ഞിനെ ഈ സ്കൂളിൽ എടുക്കാൻ പറ്റില്ല, കാരണം സിവിയർ ഡിസബിലിറ്റി ഉള്ള കുഞ്ഞാണ്. എനിക്ക് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ആ ഇടയ്ക്ക് കിട്ടിയിരുന്നു. 60% വൈകല്യമുള്ള വ്യക്തിയാണ് എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ്. ആ സർട്ടിഫിക്കറ്റ് തന്നെയാണ് ഏറ്റവും വലിയ തടസ്സമായി നിന്നത്. പക്ഷേ എന്തു ചെയ്യണമെന്ന് അറിയത്തില്ലാതെ കയ്യെ കാലെ പിടിച്ച് ആ സ്കൂൾ മാനേജ്മെന്റിലുള്ള എല്ലാവരോടും എന്റെ അമ്മ റിക്വസ്റ്റ് ചെയ്തു. പക്ഷെ എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയില്ല. ഞാൻ പറഞ്ഞു കേട്ടത്, എന്നെയും എടുത്തു പിടിച്ചുകൊണ്ട് എന്റെ അനുജത്തിയും കൈക്ക് പിടിച്ചുകൊണ്ട് ആ സ്കൂൾ മുറ്റത്ത് നിന്ന് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഒരുപാട് കരഞ്ഞു എന്നാണ് എന്റെ അമ്മ എന്നോട് പറഞ്ഞത്. പിന്നീട് ഒരിക്കലും ഞാൻ ആ സ്കൂളിൽ പഠിച്ചില്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഇന്നൊരു പ്രത്യേക അവസ്ഥയുണ്ട്. ആ സ്കൂളിൽ സ്റ്റേറ്റ് സിലബസിലും
CBSE സിലബസിലും 7ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ എന്നെ കുറിച്ച് 5ാം ക്ലാസ്സിലോ ഒരു അധ്യായം പഠിപ്പിക്കാനുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ പിന്നീട് വേറെ ഒരു സ്കൂളിലാണ് പഠിച്ചതെങ്കിലും ഒത്തിരി കഷ്ടപ്പെട്ട് മഴ നനഞ്ഞ് കൈകുത്തി ചാടി ആ ഗ്രാമത്തിലൂടെ നടന്നു പോകുന്ന എന്റെ ചിത്രം ആ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് 50ാമത്തെ വയസ്സിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, ജീവിത വിജയത്തിന് കുറുക്കു വഴികളൊന്നുമില്ല. ഇത്രയും വർഷത്തെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ചത് ഇതാണ്: കഷ്ടപ്പെടാതെ ബുദ്ധിമുട്ടാതെ ഈ ലോകത്തിന് വിലപ്പെട്ടതൊന്നും ആർക്കും സ്വന്തമാക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പഠിച്ചത്. അത് കഴിഞ്ഞ് ഞാനൊരു സ്വപ്നം കണ്ടു, ലോക ചാമ്പ്യൻ ആകണം എന്നുള്ളൊരു സ്വപ്നം. ആ സ്വപ്നത്തിലേക്ക് പോയപ്പോൾ എല്ലാവരും എന്നെ പിന്തിരിപ്പിച്ചു. ഞാൻ വൈകല്യമുള്ള വ്യക്തിയാണ്, വൈകല്യമുള്ള വ്യക്തികൾക്ക് ലോക ചാമ്പ്യൻഷിപ്പില് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സ്പോർട്സ് കൗൺസിലിൽ 1993 സ്പോർട്സ് കൗൺസിലിൽ ചെന്നപ്പോൾ പറഞ്ഞത്, കാലാകാവുന്നവർ പോയിട്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു വേൾഡ് മെഡൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല, പിന്നെ എന്റെ 2 കാലില്ലാത്ത താരം എന്നാ ചെയ്യാനാണെന്ന് എന്നോട് ചോദിച്ചത്. അതിനുശേഷം ഞാൻ വിശ്വസിച്ച ആ കാര്യത്തിന് വേണ്ടിയിട്ട് കഠിനമായിട്ട് ഞാൻ പരിശ്രമിച്ചു. ഞാൻ ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. കായിക താരങ്ങളിൽ സംസാരിക്കുന്നവർ വളരെ കുറവാണ്. പക്ഷെ ഞാൻ നല്ലവണ്ണം സംസാരിക്കും, മണിക്കൂറുകൾ സംസാരിക്കും. പക്ഷെ ഇവിടെ അതിന് സ്കോപ്പ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. കാരണം ഒത്തിരി വിശിഷ്ട വ്യക്തിത്വങ്ങളും ഇവിടെ ഇരിപ്പുണ്ട്, അവരുടെയൊക്കെ സമയത്തിന് വലിയ വിലയുണ്ട്. പക്ഷെ ഞാൻ പറയുകയാണ്, ഈ പ്രഭാഷണങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എന്നോട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ജോബി, നിങ്ങളുടെ റോൾ മോഡൽ ആരാ എന്ന് ചോദിക്കും. അവരോടൊക്കെ ഞാൻ അഭിമാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി പറയും, എന്നെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ എന്റെ അമ്മയാണ് എന്റെ റോൾ മോഡൽ. എന്താ കാര്യം അറിയാമോ? എന്നെയും എടുത്തുകൊണ്ട് കിലോമീറ്ററുകൾ നടക്കുമ്പോൾ എന്റെ അമ്മ എന്നോട് പറഞ്ഞു തന്നത്, മോനെ, നിനക്ക് കാല് മാത്രമേ ഇല്ലാത്തുള്ളൂ, വേറെ ഒരു കുറവുകളുമില്ല. നീ ഈശ്വരനെ വിശ്വസിച്ചുകൊണ്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ എന്തും നേടാൻ പറ്റുമെന്ന് എന്റെ അമ്മ എന്നോട് പറഞ്ഞു. അതിൽ ഞാൻ വിശ്വസിച്ചാണ് ഞാൻ എന്റെ ജീവിതം ഇപ്പോഴും മുമ്പോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർമ്മില്ല, വന്ന വഴികൾ മറക്കുന്ന ഒരാളല്ല ജോബി മാത്യു. വന്ന വഴികൾ എന്നും തെളിമയോടുകൂടി ഓർത്തു വെക്കുന്ന ഒരാളാണ് ജോബി മാത്യു. ഇതിനു മുമ്പ് ഞാനിവിടെ അമൃത സ്കൂളിൽ 2 വർഷങ്ങളിൽ മുൻകാലങ്ങളിൽ വന്നിട്ട് ആയിരക്കണക്കിന് കുട്ടികളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഹുദാ ട്രസ്റ്റിന്റെ സ്കൂളിൽ വന്നിട്ട് ആയിരക്കണക്കിന് കുട്ടികളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ ഇനിയും ലോക മെഡലുകൾ എന്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന് തരുമെന്ന്. അത് പറഞ്ഞതിന് ശേഷവും ലോക മെഡലുകൾ വീണ്ടും നേടിയിട്ട് ഞാൻ ഇന്നിവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാനിത് പറയാൻ കാര്യം, വന്ന വഴികള് നിങ്ങൾ ആരും മറക്കരുത്. ഇത്രയും നല്ലൊരു തുണ ചാരിറ്റബിൾ സൊസൈറ്റിയൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ സമൂഹത്തിലുള്ളവരെല്ലാം നിങ്ങളോടൊപ്പം ഉണ്ട്. പ്രോത്സാഹനം കിട്ടുന്നത് വളരെ നല്ല കാര്യമാണ്. അതോടൊപ്പം നിങ്ങൾ വലിയ വലിയ ആളുകളാകുമ്പോൾ പ്രോത്സാഹനം കൊടുക്കുവാനായിട്ടും നിങ്ങൾ പരിശ്രമിക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. എന്റെ അവസാന ശ്വാസം വരെ ഞാൻ എന്റെ രാജ്യത്തിന് വേണ്ടി ജീവിക്കുമെന്ന് പറയുന്നത്, ഇത്രയും വർഷത്തെ ജീവിത പരിചയം ജപ്പാനിലും സ്പെയിനിലും ഈജിപ്തിലും കസാക്കിസ്ഥാനിലും ഉക്രൈനിലും അമേരിക്കയിലും പോളണ്ടിലും കാനഡയിലും ഒക്കെ ഉയർത്തിപ്പിടിച്ചത് ജോബി മാത്യു എന്ന് പറയുന്ന വ്യക്തിയുടെ പേരോ കുടുംബത്തിന്റെ പേരോ ഒന്നുമല്ല, നിങ്ങളുടെ ഓരോരുത്തരുടെ ആത്മാഭിമാനം, ഈ മഹാരാജ്യത്തിന്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ച് കണ്ടം പറഞ്ഞ് 32 ലോക മെഡലുകൾ എന്റെ രാജ്യത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ നിങ്ങളോട് സംസാരിക്കുന്നത്, വിജയികളായിട്ടുള്ള നിങ്ങളോട് സംസാരിക്കുന്നത്. എനിക്കിത് സാധിക്കുമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഇതിലും കൂടുതൽ സാധിക്കും. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ പലവട്ടം വേൾഡ് മെഡലുകൾ നേടി വന്നിട്ടും എനിക്ക് മിനിസ്ട്രി ലെവലിൽ വലിയ അപ്രിസിയേഷൻ ഒന്നും ആരും തന്നില്ല. പക്ഷേ നമ്മളുടെ പ്രധാനമന്ത്രി മോദിജി 120ാമത്തെ മൻ കി ബാതിന് എന്നെ കുറിച്ച് പേരെടുത്ത് പറഞ്ഞ് എന്നെ അപ്രിഷിയേറ്റ് ചെയ്തു. അതെനിക്ക് കിട്ടിയ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു അഭിനന്ദനമാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഒത്തിരി പ്രചോദനം പ്രധാനമന്ത്രിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഈ റിപ്പബ്ലിക് ഡേക്ക് ഞാൻ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് പോയിരുന്നു. അങ്ങനെ ജീവിതത്തിൽ ഒത്തിരി ആ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് വന്ന് ഒത്തിരി വലിയ വലിയ ആളുകളെ കാണാനും ഇടപഴകാനും അവരുടെയൊക്കെ പ്രശംസയ്ക്ക് പാത്രമാകാനായിട്ടും ഒക്കെ എനിക്ക് സാധിച്ചു ഈശ്വരാനുഗ്രഹത്താൽ.
ഞാൻ ഓർക്കുന്നു 10-15 വർഷം മുമ്പ് APJ അബ്ദുൽ കലാം സാർ എനിക്ക് എൻ്റെ ഒരു വലിയ റോൾ മോഡലാണ്. അദ്ദേഹം കൊയർ ബോർഡിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് ആലപ്പുഴയിൽ വന്നപ്പോൾ 2 പ്രഭാഷണങ്ങളെ അന്ന് ഉണ്ടായിരുന്നുള്ളൂ, എന്റെയും അദ്ദേഹത്തിന്റെയും. ഞാൻ 45 മിനിറ്റ് സംസാരിച്ചു, അദ്ദേഹം 20 മിനിറ്റ് സംസാരിച്ചു. എന്നെ കണ്ടപ്പോൾ എന്റെ തലയിൽ കൈവച്ച് പറഞ്ഞു, നിങ്ങൾ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നത് ഗ്രേറ്റ് ആണ്, തുടർന്നുകൊണ്ട് പോവുക. രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നത് ഗ്രേറ്റ് ആണ്. ഗോഡ് ബ്ലസ് യു, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് എന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. ഞാൻ പറയുന്നത് ജോബി മാത്യുവിന്റെ സംഭവമൊന്നുമല്ല. ഞാനൊരു ഗ്രാമത്തിൽ നിന്ന്, ഒരു കർഷക കുടുംബത്തിൽ നിന്ന്, ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളാണ്. പക്ഷേ ഈശ്വരൻ എന്നെ വളർത്തി, ഞാൻ പരിശ്രമിച്ചു. ഒത്തിരി ആളുകളുടെ സ്നേഹവും സപ്പോർട്ട് കൊണ്ടും ഒക്കെയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ വളർന്നു വന്നത്. കുടുംബ നാഥന്മാരും നാഥകളും ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് പറയുകയാണ്, 3 സ്ത്രീകളാണ് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ പുഞ്ചിരിയുടെ, എൻ്റെ എന്താ പറയുക, കോൺഫിഡൻസിന്റെ ബേസ് എന്ന് പറയുന്നത്. അത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിക്കോളാം. അതൊന്ന് എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. 79 വയസ്സായി. അടുക്കുമെന്ന് പറയുന്ന ഗ്രാമത്തിലുണ്ട്. സന്തോഷവതിയായിട്ട് ആരോഗ്യവതിയായിട്ട് ജീവിച്ചിരിക്കുന്നു. രണ്ടാമത്തേത് എൻ്റെ അനുജത്തിയാണ്. സ്നേഹസമ്പന്നയായിട്ടുള്ള എൻ്റെ അനുജത്തി ഞാൻ സ്കൂളിലും കോളേജിലും ഒക്കെ പോകുമ്പോൾ എൻ്റെ പുസ്തകങ്ങളും എൻ്റെ ഡ്രസ്സും ഒക്കെ എടുത്തുകൊണ്ട് കിലോമീറ്ററുകൾ നടന്ന് എനിക്ക് കൊണ്ടുവന്ന് എന്നെ സഹായിച്ച് ചേട്ടായി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ മുഴുവൻ തേച്ച് വിളിക്കാനാത്ത എൻ്റെ അനുജത്തി പിൽക്കാലത്ത് MCOM CA ഒക്കെ ചെയ്തതിനു ശേഷം സിസ്റ്റർ ആകണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ പാലായിലെ SH കോൺവെന്റില് സിസ്റ്ററായി അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള, അശരണരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് കന്യാസ്ത്രീയായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. മൂന്നാമത്തെ എൻ്റെ പില്ലർ എന്ന് പറയുന്നത് ഡോക്ടർ മേഘയാണ്. അതെന്റെ ഭാര്യയാണ്. നിങ്ങൾ ഓർക്കുക, 2 കാലുകളും ഇല്ലാതിരിക്കുന്ന എന്നെ വളരെ എന്താ പറയുക, 2014 കാലടി സംസ്കൃത സർവകലാശാലയിൽ നിന്നും ഡാൻസിന് PhD എടുത്ത് ഇപ്പം MES കോളേജിന്റെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടും MG സർവകലാശാലയുടെ സെനറ്റ് മെമ്പർ ആയിട്ട് റീസെന്റ് ആയിട്ടുള്ള ഡോക്ടർ എസ് മേഘയാണ് എൻ്റെ ഭാര്യ. എൻ്റെ 2 മക്കളെ പ്രസവിക്കുകയും ഞാൻ രാജ്യത്തിന് വേണ്ടിയിട്ട് രാജ്യാന്തര രംഗങ്ങളിൽ മെഡൽ നേടാൻ പോകുമ്പോൾ എൻ്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഭദ്രതയോടുകൂടി കൈകാര്യം ചെയ്യുന്ന ആ ഡോക്ടർ മേഘ. ഈ 3 സ്ത്രീ രക്തങ്ങളാണ് പ്രിയപ്പെട്ടവരെ എൻ്റെ പുഞ്ചിരിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കും ഇത് സാധിക്കും. പ്രിയപ്പെട്ട മക്കളെ, പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും തളർന്നു പോകാതെ നിങ്ങൾ വിശ്വസിക്കുന്ന ഇഷ്ട ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുക. ദൈവമേ, ഞാൻ പ്രതിസന്ധിയിലാണ്, വിഷമത്തിലാണ്, എന്നെ സഹായിക്കണേ, സപ്പോർട്ട് ചെയ്യണമേ. തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. പിന്നെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ, നല്ല സുഹൃത്തുക്കളെ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഒരു പൗരന്റെ എന്താ പറയുക ഉത്തരവാദിത്വമാണ്. വിശ്വസിക്കാൻ കൊള്ളാവുന്ന നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരോട് നമ്മളുടെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ ഷെയർ ചെയ്യുക. ഒത്തിരി പേര് വേണമെന്നില്ല, 1-2 നല്ല സുഹൃത്തുക്കൾ വന്നു, അവര് നമ്മളോടൊപ്പം നിൽക്കും, ആശ്വസിപ്പിക്കും. പിന്നെ എന്താണ്, ജീവിത വിജയത്തിന് ഇത് വളരെ അത്യാവശ്യമാണ്. നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കുക, ഈശ്വരനോട് പ്രാർത്ഥിക്കുക, കഠിനമായിട്ട് പരിശ്രമിക്കുക. ഇത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഇങ്ങനെ ഒരു വലിയ വേദിയിൽ എനിക്കൊരു അവസരം തന്ന തുണയുടെ എല്ലാ ആളുകളോടും എനിക്കുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ പ്രഭാഷണങ്ങളെല്ലാം തീരുന്നത് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിച്ച ഒരു കവിത ചൊല്ലിക്കൊണ്ടാണ്. സിസ്റ്റർ മേരി മെരീഞ്ചയുടെ കവിത. ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം, വിസമ്മതങ്ങൾ ഒന്നുമേ ബലപ്പെട. തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണതാകയാൽ കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണം. ഇഹത്തിലെ ധനം, സുഖം, യശസ്സുമാഭിജാത്യവും വഹിച്ചു കൊണ്ടുപോകയില്ല മർത്യനന്ത്യ യാത്രയിൽ. അഹന്ത കൊണ്ട് അഴുക്കുപെട്ടിടാത്ത പുണ്യമൊന്നുതാൻ മഹത്തരം പ്രയോജനം പരത്തിലും വരുത്തിടും. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമസ്തമറ്റ സോളമൻ തുടങ്ങിയുള്ള മിക്കരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിലി നമുക്ക് പിന്നെ എന്തു ശങ്ക, മാറ്റമൊന്നുമില്ലത്. ഇത്രയും മഹാന്മാരായിട്ടുള്ള ആളുകളൊക്കെ കടന്നുപോയി, ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും കടന്നു പോകും. അങ്ങനെ കടന്നു പോകുമ്പോൾ ചരിത്രം സൃഷ്ടിച്ചിട്ട് കടന്നു പോകുവാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കണം. ചരിത്രത്തിന്റെ ഭാഗമായിട്ട് കടന്നു പോകുവാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളൊക്കെ ഈ സമൂഹത്തില് നന്മയുടെ പ്രകാശം പരത്തുന്ന നക്ഷത്രങ്ങളായിട്ട് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.